എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ഡോക്ടർ രാജു കെ ബേബി കൊട്ടാരക്കര. എന്നെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാംരാജ്. കൊട്ടാരക്കര തൃക്കണ്ണമംഗലിൽ താമസിച്ചുകൊണ്ട് ഒരു സുവിശേഷകനായി ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 2 വർഷക്കാലമായി എനിക്ക് പ്രിയ ഡോക്ടറെ വ്യക്തിപരിചയമുണ്ട്. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ ദേശക്കാരുടെ ഏറ്റവും പ്രിയങ്കരനായ ഒരു ഡോക്ടറാണ് നമുക്കൊപ്പമായിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് ഞാൻ സമീപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം കൊളസ്ട്രോൾ. നമ്മയൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന കൊളസ്ട്രോൾ എങ്ങനെ പരിഹരിക്കാം, അതുണ്ടായാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തെപ്പറ്റി നാം ചർച്ച ചെയ്യാൻ പോവുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. എല്ലാ മാന്യപേക്ഷകർക്കും എൻ്റെ വിനീതമായ കോപ്പുകൈ. സാറിൻ്റെ കൊട്ടാരക്കര ഒരു ക്ലിനിക്ക് ഉണ്ടല്ലോ, അത് എത്ര വർഷമായി? എനിക്ക് കൊട്ടാരക്കരയ്ക്കടുത്ത് തൃക്കണ്ണമംഗൽ കോടതിക്കടുത്ത് ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൻ്റെ പേര് പ്രയർ ക്ലിനിക്കാണ്. അതിപ്പോൾ ഏതാണ്ട് 2-3 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നോക്കുക, സാറിൻ്റെ ക്ലിനിക്കിൻ്റെ പേര് തന്നെ പ്രയർ ക്ലിനിക്ക് എന്നാണ് ഇട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഒരു ഡോക്ടർ എന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആത്മീയ ശുശ്രൂഷകനും കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചികിത്സയ്ക്കായി വരുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടിയും മനസ്സോടെ അദ്ദേഹത്തിൻ്റെ സേവനം ചെയ്യുകയും കർത്താവിൻ്റെ നാമത്തിൽ അവർക്കായി പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവിക സമാധാനത്തെക്കുറിച്ചും അവർ അറിയുവാൻ തക്കവണ്ണം രോഗികളെ ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷ ഒരു അനുഗ്രഹിക്കപ്പെട്ട വരദാനമായി അദ്ദേഹം വളരെ പ്രയോജനപ്പെടുത്തുന്ന, വളരെ കാഴ്ചപ്പാടുള്ള, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡോക്ടറാണ് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സാറേ, കൊളസ്ട്രോളിനെ കുറിച്ച് നമുക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാം. അത് വരാനുള്ള കാരണം എന്താണ്? ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നതിനുള്ള സമയത്ത് അത് ശരീരത്തിലെ കൊഴുപ്പാണ്. ഈ നമ്മുടെ ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടിയാലും അത് നമ്മുടെ ശരീരത്തിലെ ആഹാരം കൂടിയാലും അതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. ഈ ഫാറ്റിലെ ഒരംശമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ഇത് ശരീരത്തിനെ ദോഷകരമായി കൂടുതൽ വന്നാൽ ബാധിക്കും. അതിനുള്ള മെയിൻ കാരണം എന്താ? ഭക്ഷണമാണോ അതോ ജീവിതശൈലിയാണോ? അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണവുമാണ്, ജീവിതശൈലിയാണ്. ജീവിതശൈലി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇന്ന് ആകെപ്പാട് ജോലിയുള്ളതെന്ന് പറയുന്നത് റിമോട്ട് കൺട്രോളിൽ കൈവച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൈവച്ച് കൊണ്ട് നടക്കുക എന്നുള്ളത് ഒരേ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ സെഡൻറ്ററി ലൈഫ് എന്ന് പറയുന്നത്. അത് മാത്രം ഇപ്പം ജങ്ക് ഫുഡ്സ്, ഇപ്പം പണ്ടത്തെ പല ആൾക്കാരെ വല്ലപ്പോഴുമല്ല മാംസമൊക്കെ കഴിക്കുന്നത്. മിക്ക ദിവസവും നമ്മുടെ ടേബിളിൽ മാംസവും വലിയ മീനും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ജീവിതശൈലി, ജങ്ക് ഫുഡ്സ് നമ്മളെ വലിയ കൊളസ്ട്രോൾ രോഗിയാക്കി മാറ്റുന്നു. അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ സാറേ, നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും സാറ് പറയുന്നവരോടനുബന്ധിച്ച് എനിക്ക് തോന്നിയത് നമ്മൾ വേണ്ടവണ്ണമുള്ള വ്യായാമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് കൊഴുപ്പ് നീക്കം ചെയ്യാൻ തക്കതായ ഒരു കഠിനാധ്വാനം ഉള്ള ചില ജോലികളും ജീവിതശൈലികളും ഇല്ല എങ്കിൽ സാധാരണ ഭക്ഷണങ്ങൾ കഴിച്ചാലും കൊളസ്ട്രോൾ ബാധിക്കാനിടയുണ്ടോ? അത് നമ്മുടെ സാധാരണ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കഠിനാധ്വാനം ചെയ്താലും അല്ലെങ്കിൽ അധ്വാനം ചെയ്താലും നമ്മുടെ കൊളസ്ട്രോൾ താഴാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. എന്നാൽ ഇന്നത്തെ ആൾക്കാർ അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന കാര്യത്തിൽ അവരൊരു 1/2 കിലോമീറ്റർ പോകണമെങ്കിൽ അവർ ഓട്ടോ പിടിച്ചേ പോകത്തുള്ളൂ. അങ്ങനെയാണ് സ്ഥിതിഗതികൾ വഷളായി ഹാർട്ട് അറ്റാക്കുകൾ കൂടി വരുന്നത്. ഈ കൊളസ്ട്രോളിൻ്റെ സാധാരണ ലെവൽ ഒരു മനുഷ്യന് എത്രയായിരിക്കണം? ഈ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ 2 തരം കൊളസ്ട്രോൾ ഉണ്ട്. ഒന്ന് ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്, ഒന്ന് നല്ല കൊളസ്ട്രോൾ ഉണ്ട്. നമ്മൾ സാധാരണ ഇവിടെ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, 200-ൽ താഴെയെല്ലാം നോർമലാണ്. എന്നാൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പറച്ചിൽ അങ്ങനെയല്ല. 19 വയസ്സിന് മുകളിലുള്ളവരുടെ എല്ലാം കൊളസ്ട്രോൾ ഏതാണ്ട് 130-ൽ താഴെ ഇരിക്കണം. അപ്പോൾ വയസ്സനുസരിച്ചിട്ടാണ്. നമ്മുടെ പ്രായം തോറും നമ്മുടെ കൊഴുപ്പിൻ്റെ അംശങ്ങൾ നമ്മൾ വേണ്ടത്ര കൂടാനായിട്ട് പാടില്ല. ഇന്ന് 200-ൻ്റെ താഴെ 198 കണ്ടിട്ട് നോർമലാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും അവരുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അംശമുണ്ട്. അതായത് ചീത്ത കൊളസ്ട്രോൾ, ഒരു കൊളസ്ട്രോൾ 130-നകവും ചീത്ത കൊളസ്ട്രോളിൻ്റെ അകം ഒരു 100-നകവും അല്ലെങ്കിൽ 80-നകവും നിന്നാൽ അത്രയും നല്ലത്. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് പോലും വിവിധ രോഗങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ജനിക്കുന്ന കുട്ടി, ആ അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ അത് ബാധിക്കുമോ? അത് സ്ഥിരമായിട്ട് അത് ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒരു പാരമ്പര്യമുണ്ട്. അത് പ്രഷറായിരുന്നാലും കൊളസ്ട്രോളിലായിരുന്നാലും ഡയബറ്റീസിലായിരുന്നാലും എല്ലാത്തിലും ഒരു പാരമ്പര്യത്തിന് അംശമുണ്ട്.
അതുകൊണ്ട് കൊളസ്ട്രോൾ ഒരു പാരമ്പര്യ രോഗമാണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും അതിനകത്തൊരു പാരമ്പര്യാംശമുണ്ട്. ഇത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് വരാതിരിക്കാൻ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ നടക്കണം. അതായത് നടക്കുന്നതാണ് ഏറ്റവും നല്ല എക്സസൈസിൽ ഒന്ന്. പക്ഷേ പൊതുവേ ആൾക്കാർ പറയുന്നത് നടക്കുന്നതിനെക്കാട്ടി നല്ല നീന്താനാണ്. എല്ലാവർക്കും നീന്തൽ പഠിക്കാനോ നീന്താനോ കഴിയത്തില്ല. നമ്മൾ അറിയാതെ നീന്തിയാൽ നമ്മളെല്ലാം വെള്ളത്തിൽ പോകും. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഒരു 6 കിലോമീറ്റർ, അങ്ങോട്ടും ഇങ്ങോട്ടും 3 കിലോമീറ്റർ, വൈകിട്ടൊരു 5 കിലോമീറ്റർ, എല്ലാം കൂടെ ഒരു 3/4 കിലോമീറ്റർ, എങ്ങോട്ടൊരു 3/4 മണിക്കൂർ, അതായത് ഒരു 45 മിനിറ്റെങ്കിലും നമ്മൾ വ്യായാമം ചെയ്ത് പഠിക്കണം. അതൊരു കാര്യം. രണ്ടാമത് നമ്മുടെ ആഹാരം, പ്രത്യേകിച്ച് ഇന്ന് ചിക്കനകത്ത് വലിയ പ്രയാസം കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ മട്ടൺ, അതായത് ആടിൻ്റെ ഇറച്ചി, അതുപോലെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ കാളയുടെ ഇറച്ചി, അതുപോലെ പന്നി ഇറച്ചി, ഇതിനകത്തെല്ലാം കൊളസ്ട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഇറച്ചി തന്നെ ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ വേവിച്ച് കഴിക്കുക, അതിനകത്ത് കൊളസ്ട്രോളൊന്നുമില്ല. പിന്നെ ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ക്രീം തേച്ചതിനകത്തെല്ലാം ഒരുപാട് ക്രീം വരുമ്പോൾ അത് കൊളസ്ട്രോളായിട്ട് മാറുകയാണ്. പിന്നെ ഷവർമ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ. അതുകൊണ്ട് 17-ാം വയസ്സിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് പിടിച്ച് മരിച്ച ആൾക്കാരുണ്ട്. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയാലും ഇന്ന് 17-ാം വയസ്സിൽ ആൻജിയോഗ്രാം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പൊണ്ണത്തടിയൻ. ഈ പൊണ്ണത്തടിയെ കുറയ്ക്കണമെന്നല്ല, പകരം എൻ്റെ സുഖം വലുതാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് മരുന്ന് കഴിക്കാതെ എനിക്ക് എൻ്റെ 17-ാം വയസ്സിലെ കൊച്ചിന് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കണമെന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞങ്ങളിത് ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സാമൂഹ്യത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്.